പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് കാണുന്നത്: ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. നമ്മെ വേദനിപ്പിച്ചവരോട്, നാം ശത്രുക്കളായി കരുതുന്നവരോട് സ്നേഹത്തോടെ പെരുമാറാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനുമാണ് യേശുനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. 1 യോഹന്നാൻ 3:1 തിരുവചനം പറയുന്നു: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. നാം എല്ലാവരും നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനും സന്നദ്ധരാണ്. അതിനുവേണ്ടിയാണ് നാം പരിശ്രമിക്കുന്നത്. എന്നാൽ യേശു നമ്മോട് ചോദിക്കുന്നത്, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മേന്മ നിങ്ങൾക്കുണ്ടാകുമോ? എന്തെങ്കിലും പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമോ? നാം സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരേണ്ടതിന് ശത്രുക്കളെ സ്നേഹിക്കണമെന്നും നമ്മെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മെ ദ്രോഹിച്ചവരെയും വേദനിപ്പിച്ചവരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയാറില്ല. പറ്റുമെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യുവാനും ശപിക്കുവാനുമാണ് നാം എപ്പോഴും ശ്രമിക്കുന്നത്. റോമ 12:14 തിരുവചനം പറയുന്നു: നിങ്ങളെ പീഡിപ്പിച്ചവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. യേശു നമ്മോട് പറയുന്നത്, നമ്മുടെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാനും കൊടുക്കണം എന്നാണ്. അതുവഴി അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂട്ടും. അപ്പോൾ പശ്ചാത്താപത്തിൻ്റെ തീക്കനലുകൾ കൂട്ടുമ്പോൾ അവനിൽ പശ്ചാത്താപം ഉണ്ടാകും. അതുവഴി അവൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നാം പാപം ചെയ്ത് ദൈവത്തെ നിരന്തരം വേദനിപ്പിക്കുമ്പോഴും ദൈവം നമ്മോട് സ്നേഹവും കരുണയും കാണിക്കുകയാണ്. നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം. നന്മകൾ മാത്രം ചെയ്ത യേശുവിനെ യൂദാസ് ഒറ്റിക്കൊടുത്തപ്പോഴും പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോഴും മറ്റു ശിഷ്യന്മാർ യേശുവിൽ നിന്നും ഓടി ഒളിച്ചപ്പോഴും യേശു എല്ലാവരെയും സ്നേഹിച്ചു. കുരിശിൽ മരണവേദന അനുഭവിച്ചുകൊണ്ട് പീഡകൾ സഹിച്ചുകൊണ്ട് മരിക്കുന്ന സമയത്തും തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ് നാം കാണുന്നത്. യേശു ക്ഷമിക്കാൻ നമുക്ക് മാതൃകയും പ്രേരണയും നൽകുമ്പോൾ ക്ഷമിക്കാതിരിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത് സാത്താനാണ്. വാശിയും വൈരാഗ്യവും പ്രതികാര ചിന്തകളും വിദ്വേഷവും നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കുന്നത് സാത്താനാണ്. നാം ക്ഷമിച്ചാൽ നാം മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരായി മാറും എന്ന ചിന്ത തരുന്നതും സാത്താനാണ്. നമുക്ക് യേശുവിനെയാണോ സാത്താനെയാണോ വേണ്ടത്? നാം സ്വയം ചോദിക്കണം. നാം ക്ഷമിക്കുമ്പോൾ, നന്മകൾ ചെയ്യുമ്പോൾ, വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നാം ദൈവമക്കളായി മാറുന്നു. നാം ക്ഷമിക്കാതെ വാശിയും വൈരാഗ്യവും വിദ്വേഷവും പ്രതികാര ചിന്തകളും ഒക്കെയായി നാം നടക്കുമ്പോൾ നാം സാത്താനെയാണ് സ്വീകരിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. അത് നമ്മുടെ നാശത്തിന് കാരണമാകുകയും ചെയ്യും. നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപഭാരങ്ങൾ ഏറ്റെടുത്ത പീഡകൾ സഹിച്ച് മരിച്ച യേശുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.